ഹമ്മർ സീരീസിലുള്ള ഒരു എൻട്രി ലെവൽ സെഗ്മെന്റിലുള്ള ഒരു ഹെൽമെറ്റിന്റെ റിവ്യൂ ആണ്. അപ്പോൾ റിവ്യൂയിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോയാലോ. ഇതാണ് എംടിന്റെ ഹമ്മർ സീരീസിൽ വരുന്ന, അതായത് ഒരു എൻട്രി ലെവൽ സെഗ്മെന്റിൽ വരുന്ന നല്ലൊരു ഹെൽമെറ്റ് ആണ് എംടിന്റെ ഹമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഷെല്ലിനെ കുറിച്ച് നമുക്ക് ആദ്യം പറയാം. ഒരു ഹെൽമെറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഷെല്ലാണ്. അപ്പോൾ ഇതിന്റെ ഷെല്ലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പോളി കാർബണേറ്റ് ഷെല്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ നമ്മൾ ഹെൽമെറ്റിൽ യൂസ് ചെയ്യുന്നത് 3 ടൈപ്പ് മെറ്റീരിയൽസ് ആണ്. ഒന്ന് പോളി കാർബണേറ്റ് ആണ്, പിന്നെ വരുന്നത് ഫൈബർ ഗ്ലാസ് ഉണ്ട്, പിന്നെ വരുന്നത് കാർബൺ ഫൈബേഴ്സ് ആണ്. അത് കുറച്ചും കൂടെ എന്താ പറയുക, ഈ ഫൈബർ ഗ്ലാസും ഈ കാർബൺ ഫൈബറൊക്കെ കുറച്ചും കൂടെ എക്സ്ട്രീംലി പ്രീമിയം കളക്ഷനിൽ വരുന്ന ഹെൽമെറ്റിൽ മാത്രമാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ എൻട്രി ലെവലിൽ വരുന്ന ഒരു പ്രീമിയം കളക്ഷനിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് പോളി കാർബണേറ്റ് ഷെല്ല് എന്ന് പറയുന്നത്, മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ എന്താ പറയുക, ഗ്രാഫിക്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹമ്മറിൽ ഒരുപാട് ഗ്രാഫിക്സ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സീരീസിൽ റെഡ് ബ്ലാക്ക് ഒരുപാട് ഗ്രാഫിക്സ് അവൈലബിൾ ആണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഒരു വൈറ്റും പ്ലസ് ബ്ലാക്ക്, അതിലൊരു ഓറഞ്ച് സ്ട്രൈപ്സ് വരുന്നൊരു എന്താ പറയുക ഗ്രാഫിക്സ് സീരീസ് ആണ് ഇപ്പൊ എന്റെ കയ്യിലുള്ളത്. പിന്നെ അതുപോലെ ഇതിന്റെ വെന്റിലേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലായിട്ട് ചിന്നിന്റെ പോർഷനിൽ ഒരു ഇത് കാണാൻ പറ്റും, ഒരു എയർ ഇൻടേക്ക് വരുന്നുണ്ട്. പിന്നെ ടോപ്പിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്കൊരു എയർ ഇൻടേക്ക് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ വെന്റിലേഷൻ ഔട്ടിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പോയിലർ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റിന്റെ ലുക്ക് എന്ന് പറയുന്നത് തന്നെ ഈ സ്പോയിലറാണ്. അപ്പൊ ഈ സ്പോയിലറിന്റെ ഇടയ്ക്കായിട്ട് നമുക്ക് എന്ത് ചെയ്ത് ഒരു എയർ ഔട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ടൊരു ഹെൽമെറ്റിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന വേറൊരു കാര്യമാണ് ഹെൽമെറ്റിന്റെ വെയിറ്റ്. നോർമലി ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഹെൽമെറ്റായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് കുറച്ച് വെയിറ്റ് കുറവാണ്. വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഹെൽമെറ്റാണ് എംടിന്റെ ഹമ്മറിൽ വരുന്ന ഈ ഒരു ഹെൽമെറ്റ്, ഹമ്മർ സീരീസിൽ വരുന്ന ഈ ഒരു ഹെൽമെറ്റ്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1450 ഗ്രാമാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വരുന്ന ഹെൽമെറ്റ്സ് ആണ് ആക്സോറി, പിന്നെ അതുപോലെ വേറെ ഒരുപാട് റൈഡക്സ് അങ്ങനെ ഒരുപാട് ഹെൽമെറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് ആക്സോറൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു പ്ലസ് ഓർ മൈനസ് ഒരു 50 to 100 ഗ്രാംസ് വരെ ലെസ് വെയിറ്റ് ആണ് ഈ ഹെൽമെറ്റിന് വരുന്നത്. നമുക്കിത് വെയർ ചെയ്യുന്ന സമയത്തും ആ വെയിറ്റ് ലെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ ഇതിന്റെ വൈസേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആന്റി സ്ക്രാച്ച് റെസിസ്റ്റന്റ് വൈസേഴ്സ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പിന്നെ ആന്റി ഫോഗ് ഇതിനകത്ത് ഇല്ല, പക്ഷെ ഇൻബിൽറ്റ് ആയിട്ട് പിൻലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ബൈ ചെയ്തിട്ട് ഫോഗ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എംടിന്റെ തന്നെ ഫോഗ് വരുന്നുണ്ട്, അതിനെ കുറച്ച് റേറ്റ് വരുന്നുണ്ട്. ഏകദേശം ഒരു 1500-600 അടുത്ത് ആണ് ഇതിന്റെ എംടിന്റെ തന്നെ ആന്റി ഫോഗ് നമുക്ക് ഇതിനകത്ത് വെക്കാനുള്ള ഒരു പ്രൈസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹെൽമെറ്റിൽ വരുന്ന കാര്യമാണ് സർട്ടിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കൂടുതലും കാണുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ISA സർട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വരുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിലിവിടെ നമുക്ക് ECEC ഉണ്ട്, പിന്നെ ഡോട്ട് സർട്ടിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ ISA സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ 3 സർട്ടിഫിക്കേഷനും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഹെൽമെറ്റാണ് എംടിന്റെ ഹമ്മർ എന്ന് പറയുന്ന ഈ ഒരു സീരീസിലുള്ളത്. അപ്പോൾ അതായത് യൂറോപ്പും പിന്നെ UK-യും പിന്നെ ഇന്ത്യൻ സർട്ടിഫിക്കേഷനും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു ഹെൽമെറ്റാണ് നമ്മുടെ എംടിന്റെ ഹമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ലൊരു എന്താ പറയുക ബഡ്ജറ്റ് എൻട്രി ലെവലിൽ വരുന്നൊരു ബഡ്ജറ്റ് ഹെൽമെറ്റാണ് എംടിന്റെ ഹമ്മർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇതിന്റെ കുഷൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ് കുഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് ആന്റി അലർജിക്ക് അല്ലെങ്കിൽ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു കുഷനാണ് ഇതിലവർ യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ലോങ് റൈഡ് ഒക്കെ പോകുന്ന സമയത്ത് സ്വെറ്റ് നന്നായിട്ട് വരും. അപ്പോൾ സ്വെറ്റ് ഇതിൽ ഒട്ടി പിടിച്ചിരുന്നിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്താ പറയാ അലർജി ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിൽ അലർജി വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ കുരുക്കൾ, പിമ്പിൾസ് അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഒരു ആന്റി അലർജറ്റിക് ആയിട്ടുള്ള ഒരു കുഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ചിൻ സ്ട്രാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡബിൾ ടിയറിംഗ് അല്ല. പിന്നെ ഈ ഒരു പ്രൈസിൽ ഡബിൾ ടിയറിംഗ് കൊടുക്കാമെന്ന് എനിക്ക് തോന്നി, പക്ഷെ അവരത് കൊടുത്തിട്ടില്ല ഇതിനകത്ത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്ലിപ്പ് ലോക്കാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ നോർമലി എല്ലാവരും വീട്ടിലും നമുക്ക് ഈ ചിൻ പാഡ് കാണാൻ പറ്റാറില്ല. പിന്നെ അഥവാ അങ്ങനെ ചിൻ പാഡ് ഉണ്ടെങ്കിൽ തന്നെ ഈ ചിൻ പാഡ് നമ്മൾ ഇടുന്ന സമയത്ത് ഒന്നെങ്കിൽ നോസിലോ അല്ലെങ്കിൽ ഊരുന്ന സമയത്ത് താടിയിലോ തട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ഈ എംടി ഹമ്മറിൽ അവർ കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക വളരെ എന്താ പറയുക ഫ്ലെക്സിബിൾ ആണിത്. നമുക്ക് ഇടുന്ന സമയത്ത് നോസിനോ അല്ലെങ്കിൽ ഊരുന്ന സമയത്ത് താടിക്കോ തട്ടോ എന്നുള്ളൊരിത് ഇതിൽ വരുന്നില്ല. കാരണം ഇത് വളരെ പെട്ടെന്ന് ഊരിയെടുക്കാനും പറ്റും. പിന്നെ അതുപോലെ ഈ കുഷൻസ് കംപ്ലീറ്റ് നമുക്ക് റിമൂവബിൾ ആണ്. റിമൂവ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്യാനും പിന്നെ അതുപോലെ അതിനുശേഷം നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്നൊരു ടൈപ്പ് പാഡിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ഈ വൈസറും നമുക്ക് ഊരിയിട്ട് വേറെ എന്താ പറയുക കളർ വൈസേഴ്സ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡിലാണ് ഇതിന്റെ വൈസറൊക്കെ റിമൂവ് ചെയ്യാനുള്ളൊരു ഇത് കൊടുത്തിരിക്കുന്നത്. ഈ
ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ഒരു പ്രൈസ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഹെൽമെറ്റിന് ഇപ്പോൾ പ്രൈസ് ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങുന്ന ഒരു ഹെൽമെറ്റിൽ ഒരു ഇന്നർ വൈസർ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി. ഇന്നർ വൈസർ ഇതിനകത്ത് വരുന്നില്ല, സിംഗിൾ വൈസറാണ് വരുന്നത്. അപ്പോൾ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് എനിക്ക് തോന്നി. പിന്നെ രണ്ടാമത് ആന്റി ഫോഗ് ഉണ്ട്. ഒന്നെങ്കിലും കൊടുക്കാമായിരുന്നു ഇതിനകത്ത്, പക്ഷെ അത് കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന നമ്മുടെ ആക്സോറും റൈഡക്സിലൊക്കെ വരുന്ന ഹെൽമെറ്റിലൊക്കെ ആന്റി ഫോഗും പിന്നെ ഡബിൾ വൈസറൊക്കെ വരുന്നുണ്ട്, പക്ഷെ ഇതിനകത്ത് അത് വരുന്നില്ല. പക്ഷെ വെയിറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ ലെസ് വെയിറ്റ് ആണ്. അത് നമുക്ക് ഇടുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഓവറോൾ നോക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എന്താ പറയുക, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ലൊരു ഹെൽമെറ്റാണ് MTന്റെ ഹമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാഫിക്സ് ഒരുപാട് ഗ്രാഫിക്സ് ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഹെൽമെറ്റ് ഇത്രപാട് ഗ്രാഫിക്സ് വരുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. പിന്നെ നല്ലൊരു സ്പോയിലറും ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലുക്ക് എന്ന് പറയുന്നത് തന്നെ ഈ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്പോയിലറാണ്. അപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പറ്റുമെങ്കിൽ നിങ്ങൾ മാക്സിമം സ്റ്റോറിൽ പോയിട്ട് സൈസ് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ മേടിക്കുമ്പോൾ ചിലപ്പോൾ സൈസിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഹെൽമെറ്റ് ഒന്ന് ഇട്ട് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ആണ്. അപ്പൊ നമ്മുടെ ചിന്നൊക്കെ പറയുന്നത് ഇതേപോലെ ഈ പാഡിങ്ങിൽ വളരെ കറക്റ്റായിട്ട് ഫിറ്റ് ആയിട്ടിരിക്കണം. ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങളിൽ നമ്മൾ കുറച്ച് ടൈറ്റ് ഫീലിംഗ് ഡിസ്കംഫർട്ട് തോന്നും, പിന്നെ നമ്മൾ യൂസ്ഡ് ആയിക്കോളും. പിന്നെ ഹെൽമെറ്റിന്റെ ഫിറ്റിംഗ് എടുക്കുന്ന സമയത്ത് എപ്പോഴും വളരെ കറക്റ്റായിട്ട് ഫിറ്റിംഗ് എടുക്കുക. ലൂസ് നമ്മൾ തല അനക്കുന്ന സമയത്ത് ലൂസ് പാടില്ല. ഈ ഒരു പ്രോപ്പർ ഫിറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽമെറ്റ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ ഇതിന്റെ വൈസറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് ഒരു പിൻലോക്ക് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ വൈസർ കംപ്ലീറ്റ് താത്തി കഴിയുമ്പോഴത്തേക്കും ഇത് ലോക്കാവും. മുകളിലേക്ക് പൊന്തിക്കുന്ന സമയത്തും കറക്റ്റായിട്ട് അത് അൺലോക്ക് ആയിട്ട് കൊണ്ടുപോകും ചെയ്യും. പിന്നെ അതുപോലെ നമ്മുടെ ഈ വൈസേഴ്സ് ഓരോ ലെവലിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതും അതിനകത്ത് നല്ലൊരു ഫ്യൂച്ചർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതിന്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.